നമ്മൾ പുറത്തുവിട്ടതാണ് റഷ്യ ഉക്രൈൻ സംഘർഷ ഭൂമിയിലേക്ക് മലയാളി യുവാക്കളെ റിക്രൂട്ട് ചെയ്തു എന്ന വാർത്ത. തൊഴിൽ തട്ടിപ്പിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ നിരവധി ആളുകളെ റഷ്യ അതിർത്തി മേഖലയിലേക്ക് പോയിരിക്കുന്നത്. അവിടെ കുടുങ്ങിക്കിടക്കുന്ന ചില മലയാളി യുവാക്കളുടെ ചിത്രവും പ്രേക്ഷകരിലെത്തിച്ചതാണ്. ഇപ്പോൾ ഈ വിഷയത്തിൽ CBIയുടെ അന്വേഷണമാണ് നടക്കുന്നത്. സെക്യൂരിറ്റി ജോലിക്കുന്ന പേരിൽ വ്യാപകമായ തട്ടിപ്പ്, രാജ്യവ്യാപകമായ തട്ടിപ്പ് നടക്കുന്നു എന്നതാണ് CBIയുടെ കണ്ടെത്തൽ. തട്ടിപ്പ് സംഘത്തിന്റെ കെണിയിൽ ഉൾപ്പെട്ട മലയാളി യുവാക്കൾ ഉൾപ്പെടെയുള്ളവർ യുദ്ധമുഖത്താണ് എന്നതും CBI സ്ഥിരീകരിക്കുന്നു. ഡൽഹിയിൽ നിന്നെത്തിയ CBI സംഘം തിരുവനന്തപുരം അഞ്ചുതെങ്കിലും തകരപ്പറമ്പിലെ ട്രാവൽ ഏജൻസി ഓഫീസിലും മിന്നൽ പരിശോധന നടത്തി. അതിനിടെ പരിക്കേറ്റ് ചികിത്സയിലുള്ള പ്രിൻസിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കിയതായി എംബസി ഉദ്യോഗസ്ഥരും അറിയിക്കുന്നു. അതാണ് അവിടുത്തെ സാഹചര്യങ്ങൾ. ഡാൻ കുര്യൻ നമുക്കൊപ്പം ചേരുന്നു. ഡാൻ, നമ്മൾ ആശങ്കപ്പെട്ടത്, നമ്മൾ ചൂണ്ടിക്കാണിച്ച കാര്യം കേന്ദ്ര അന്വേഷണ ഏജൻസി CBI തന്നെ സ്ഥിരീകരിക്കുന്നു എന്നതാണ് സാഹചര്യം. രാജ്യവ്യാപകമായി ഇത്തരത്തിൽ നിരവധി ആളുകളെ യുദ്ധമുഖത്തേക്ക് ഇന്ത്യയിൽ നിന്നും റിക്രൂട്ട് ചെയ്യപ്പെട്ടു എന്ന് തന്നെയാണോ കണ്ടെത്തൽ? 130 പേരെയാണ് അത്തരത്തിൽ ഇന്ത്യക്കകത്ത് നിന്ന് ഇന്ത്യൻ പൗരന്മാരെ റഷ്യയിലേക്ക് ഈ വ്യാജ റിക്രൂട്ട്മെന്റ് ഏജൻസി സെക്യൂരിറ്റി ജോലിക്കെന്ന പേരിൽ എത്തിച്ചിട്ടുണ്ടെന്നും അവരെ യുദ്ധമുഖത്തേക്ക് ഉക്രൈനുമായി യുദ്ധം ചെയ്യാൻ റഷ്യൻ സൈന്യത്തിലേക്ക് ചേർത്തു എന്നുമുള്ള കണ്ടെത്തലിലേക്കാണ് CBI എത്തുന്നത്. അതുമായി ബന്ധപ്പെട്ട പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് തിരുവനന്തപുരത്ത് പരിശോധനകൾക്ക് വേണ്ടി എത്തിയ CBI സംഘം ഡൽഹിയിലെ CBI ആസ്ഥാനത്ത് സമർപ്പിച്ചിരിക്കുകയാണെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. എന്തായാലും മലയാളികളായ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരാണ് അഞ്ചുതെങ്ങിലെത്തി വിവരങ്ങൾ ശേഖരിച്ചത്. അതിനുശേഷമാണ് തകരപ്പറമ്പിലെ ഒരു ട്രാവൽ ഏജൻസിയുടെ ഓഫീസിൽ മിന്നൽ പരിശോധന നടത്തിയത്. സംസ്ഥാന പോലീസിലെ ഒരു ഉദ്യോഗസ്ഥരും അറിയാത്ത തരത്തിൽ അതീവ രഹസ്യമായിട്ടായിരുന്നു CBIയുടെ നീക്കം. പരിശോധനകൾക്ക് ശേഷം മാത്രമാണ് കേരള പോലീസിലുള്ള ഉദ്യോഗസ്ഥർ വരെ ഇത്തരത്തിലൊരു പരിശോധന തകരപ്പറമ്പിൽ നടന്നു എന്ന കാര്യം അറിയുന്ന സാഹചര്യമുണ്ടായത്. എന്തായാലും അഞ്ചുതെങ്ങിൽ നിന്ന് മാത്രമല്ല, നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്ന് ഉൾപ്പെടെയുള്ളവർ ഈ സംഘത്തിന്റെ കെണിയിൽ പെട്ടിട്ടുണ്ട് എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. എന്തായാലും CBI കൂടി ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൃത്യമായി വിദേശകാര്യ മന്ത്രാലയത്തിന് ഈ വിഷയത്തിൽ ഇവരുടെ മോചനവുമായി ബന്ധപ്പെട്ട ഇടപെടൽ നടത്തേണ്ടത് അനിവാര്യമായി വരും. ഇന്ന് പുലർച്ചെ റഷ്യയിലെ മോസ്കോയിൽ നിന്ന് പ്രിൻസ് നൽകുന്ന സൂചനയനുസരിച്ച് എംബസി ഉദ്യോഗസ്ഥർ ഇന്ന് പ്രിൻസിനെ കാണണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയത്. ഈ ട്രാവൽ പേപ്പർ അനുവദിച്ചാൽ പ്രിൻസിന് 10 ദിവസത്തിനകം കേരളത്തിലേക്ക് മടങ്ങിയെത്താനാകും. പക്ഷേ അത് അനുവദിക്കുന്നതിലെ കാലതാമസം വീണ്ടും യുദ്ധമുഖത്തേക്ക് പ്രിൻസിനെ തിരികെ കൊണ്ടുപോകുന്നതിന് സാഹചര്യം ഒരുങ്ങുന്ന തരത്തിലേക്ക് മാറും. അതിനു മുമ്പ് തന്നെ എംബസിയുടെ ഭാഗത്ത് നിന്ന് ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യമായിരുന്നു ഇന്നലെ ശബ്ദ സന്ദേശത്തിൽ പ്രിൻസ് ഉന്നയിച്ചത്. ഇക്കാര്യങ്ങൾ നമ്മൾ ഇന്നലെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്തു. എന്തായാലും ഇന്ന് രാവിലെ പ്രിൻസ് റഷ്യയിലെ മോസ്കോയിലെ ഇന്ത്യൻ എംബസിയിലേക്ക് പോവുകയാണ്. ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ ഈ ട്രാവൽ പേപ്പർ ലഭ്യമായാൽ ഉടൻ തന്നെ നാട്ടിലേക്ക് വരാനാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രിൻസ് ഉള്ളത്. ഈ 3 പേർക്ക് പുറമെ നിരവധി ഇന്ത്യൻ പൗരന്മാർ അവിടെ കുടുങ്ങിക്കിടക്കുകയാണ് എന്ന് പ്രിൻസ് തന്നെ ഇന്നലെ ഈ ശബ്ദ സന്ദേശത്തിൽ നമ്മളോട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി പുറത്തു വരാനുള്ളത് ഇവരെ ഇവിടെ സഹായിച്ചത് ആരൊക്കെയാണ്, ഈ വ്യാജ റിക്രൂട്ട്മെന്റ് ഏജൻസിക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു നൽകിയത് ആരൊക്കെയാണ്, അവർക്ക് പിന്നിൽ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിൽ ഉദ്യോഗസ്ഥ തലത്തിൽ ആർക്കെങ്കിലും പങ്കുണ്ടോ, ഇക്കാര്യങ്ങളിലൊക്കെയാണ് വ്യക്തത വരേണ്ടത്. CBIയുടെ അന്വേഷണം സ്വാഭാവികമായി ആ തരത്തിലേക്ക് കൂടി കടക്കും. കാരണം ഇത് കേരളത്തിലെ അഞ്ചുതെങ്ങിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സംഭവമല്ല. രാജ്യവ്യാപകമായി ഈ റിക്രൂട്ടിംഗ് ഏജൻസി സെക്യൂരിറ്റി ജോലിക്കെന്ന പേരിൽ 30 വയസ്സിൽ താഴെയുള്ള യുവാക്കളെ റിക്രൂട്ട് ചെയ്ത് മോസ്കോയിൽ എത്തിച്ച് അവിടെ നിന്ന് യുക്രൈൻ അതിർത്തിയായ ലുഷ്ടിചെൻസിലേക്കും യുദ്ധമുഖത്തേക്കും നിയോഗിച്ചിട്ടുണ്ട് എന്ന കണ്ടെത്തലാണ് ഇപ്പോൾ CBIയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഡാൻ, പ്രധാനപ്പെട്ട കാര്യം, ഇതിപ്പോൾ നമ്മൾ അഞ്ചുതെങ്ങിലെ ചില മലയാളികളുടെ ആശങ്കകളും അവിടുത്തെ ഇതുമാണ് നേരിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിച്ചതും നമ്മൾ നേരിട്ട് കാണുകയും ചെയ്തത്. അതിനപ്പുറത്തേക്ക് മലയാളികൾ ഉണ്ടാവാം, രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നുള്ളവരും ഉണ്ടാകാം. അത് സംബന്ധിച്ച് അവരാരൊക്കെ, അവർ വഴികൾ എങ്ങനെ, ഇപ്പോഴും ഈ തട്ടിപ്പ് നടക്കുന്നുണ്ടോ, ഇങ്ങനെയൊക്കെ അന്വേഷണ ഏജൻസിയുടെ അന്വേഷണം ആ തരത്തിലേക്ക് കൂടി നീളുന്നുണ്ടോ, അങ്ങനെ നമുക്ക് വിവരങ്ങൾ ലഭ്യമാവുന്നുണ്ടോ ഡാൻ? ഈ 3 പേർക്ക് പുറമെ ഒരു മലയാളി കൂടി ഉണ്ട് എന്ന സൂചനകളാണ്, അനൗദ്യോഗികമായ വിവരമാണ്. പക്ഷേ അത് കൃത്യമായൊരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. പ്രിൻസിനോ വിനീതിനോ ടിനുവിനോ ഇതിനെക്കുറിച്ച് അറിയാമെന്നും തോന്നുന്നില്ല. കാരണം അവർക്ക് അങ്ങനെ ഒരു വിശദാംശങ്ങളൊന്നുമില്ല. അവർക്കും ഒരു കേട്ടുകേൾവി മാത്രമാണുള്ളത്. ഒരു മലയാളി കൂടി ഉണ്ട് എന്നത്, അത് തിരുവനന്തപുരത്തിൻ്റെ അതിർത്തി മേഖലയിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ് എന്ന വിവരങ്ങൾ മാത്രമാണ് അവർക്കുമുള്ളത്. അതിൽ കൃത്യമായൊരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ഇതിൽ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഇവർക്ക് തമ്മിൽ സംസാരിക്കുന്നതിന് ഫോൺ ഉപയോഗിക്കാനോ മറ്റ് സംവിധാനങ്ങളോ ഒന്നുമില്ല. ഈ പ്രിൻസ് വെടിയേറ്റ് ചികിത്സയിലായതിനാൽ മാത്രമാണ് പ്രിൻസിന് ഈ ആശുപത്രിയുടെ വൈഫൈ സംവിധാനങ്ങൾ ഉപയോഗിച്ച് കുടുംബാംഗങ്ങളെ അടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ ഫോണിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞത്. അതും എപ്പോഴും
സംസാരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലല്ല പ്രിൻസ് ഉള്ളത്. പക്ഷേ അപ്പോഴും ഈ വിനീതും ടിനുവും ഇപ്പോൾ എവിടെയാണ് എന്ന കാര്യത്തിൽ അവ്യക്തത തുടരുകയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഈ വിനീതിന്റെ ശബ്ദ സന്ദേശം നമ്മൾ പുറത്തുവിടുമ്പോൾ ലിസ്റ്റ് ടെൻസിലാണ് ഉണ്ടായിരുന്നത് എന്നാണ് വ്യക്തമാക്കിയത്. പക്ഷേ അതിനുശേഷം തൊട്ട് പിറ്റേ ദിവസം മറ്റൊരു സ്ഥലത്തേക്ക് വിനീതിനെയും ടിനുവിനെയും മാറ്റിയിട്ടുണ്ട്. ഈ യുക്രൈനുമായിട്ടുള്ള യുദ്ധത്തിന് വേണ്ടി ഈ യുദ്ധം ചെയ്യാൻ വേണ്ടി ഈ ലിസ്റ്റ് ടെൻസിൽ നിന്ന് അവരെ അതിർത്തിയുടെ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റിയിരിക്കുകയാണ് എന്ന വിവരങ്ങളാണ് പുറത്ത് ലഭിക്കുന്നത്. അതായത് ഇവിടെ കൃത്യമായി ഒരു കമ്മ്യൂണിക്കേഷൻ അവർക്ക് നാട്ടിലുള്ളവരുമായി ബന്ധപ്പെടാൻ കഴിയാത്ത ഒരു സ്ഥിതിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവരുടെ എക്സാക്റ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ എവിടെയാണ് എന്ന കാര്യത്തിലടക്കം സംശയങ്ങൾ തുടരുകയാണ്. അതുതന്നെയാണ് ഈ പ്രിൻസിന്റെ ആശങ്ക വർദ്ധിപ്പിക്കുന്ന തരത്തിൽ അദ്ദേഹം നമ്മളോട് പങ്കുവച്ചത്. കാരണം 10 ദിവസത്തിനകം അദ്ദേഹത്തിന് മോചനം സാധ്യമായില്ലെങ്കിൽ ഇതേ അവസ്ഥ തന്നെയായിരിക്കും പ്രിൻസിനും നേരിടേണ്ടി വരിക. പ്രിൻസിനെ വീണ്ടും ഈ കരാറിൽ ഒപ്പിട്ട് കൊടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ അവർ യുദ്ധമുഖത്തേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യമുണ്ടാകും. പിന്നീട് ഒരു തരത്തിലുള്ള ആശയവിനിമയത്തിനും കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമാകും ഉണ്ടാകുക. ആ പശ്ചാത്തലത്തിൽ അങ്ങനെ ഒരു നടപടി റഷ്യൻ സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതിന് മുമ്പ് ഏത് വിധേനയും തന്നെ രക്ഷിക്കണമെന്ന ദയനീയമായ അപേക്ഷയാണ് പ്രിൻസിന്റെ ഭാഗത്തുനിന്ന് ഇന്നലെ പ്രേക്ഷകരോട് പങ്കുവച്ചിരിക്കുന്നത്. സൈത്ത് ഡാൻ, ഒരു കാര്യം കൂടി, പ്രിൻസിന് പുറമെ അവിടെ കുടുങ്ങിക്കിടക്കുന്ന മറ്റു യുവാക്കളെ വേഗത്തിൽ നാട്ടിലെത്തിക്കാൻ അതിനുള്ള നീക്കങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ടോ ഡാൻ? ഇതുമായി ബന്ധപ്പെട്ട് ഈ CBI ഉദ്യോഗസ്ഥർ നൽകിയ സൂചന അനുസരിച്ച് ഈ കുടുംബങ്ങൾക്കടക്കം അറിയാവുന്ന ഒരു കാര്യം, ഈ 3 പേരെ മാത്രമായിട്ട് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക രക്ഷാപദ്ധതി തയ്യാറാക്കുന്നതിൽ അവർക്ക് പരിമിതിയുണ്ട്. അവർ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സഹായത്തോടെയാണ് അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. ഏതാണ്ട് 125-ലധികം ഇന്ത്യൻ പൗരന്മാരെ ഒരുമിച്ച് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക പ്ലാനാണ് വിദേശകാര്യ മന്ത്രാലയം തയ്യാറാക്കുന്നത് എന്ന സൂചനകളാണ് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മുഴുവൻ ആളുകളെയും ഒരു സുരക്ഷിത സ്ഥലത്തേക്ക് എത്തിച്ച ശേഷം അവിടെ നിന്ന് മോസ്കോയിൽ എത്തിച്ച് മോസ്കോയിൽ നിന്ന് തിരികെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്ന തരത്തിലേക്കായിരിക്കും ഈ രക്ഷാദൗത്യം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുമായി ബന്ധപ്പെട്ട രഹസ്യമായ നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ 125 പേർ ഈ റഷ്യൻ ഉക്രൈൻ അതിർത്തിയിൽ വിവിധ ഭാഗങ്ങളായി ചിതറിക്കിടക്കുകയാണ്. ഇവരെ യുദ്ധമേഖലയിൽ പല സ്ഥലങ്ങളിലാണ് നിയോഗിച്ചിരിക്കുന്നത്. അവരുടെ പേര് വിവരങ്ങൾ, മറ്റ് എല്ലാ ഐഡന്റിറ്റി വിവരങ്ങളും ലഭ്യമായതിനു ശേഷം ഒരുമിച്ച് ഒരേ സുരക്ഷിത സ്ഥലത്തേക്ക് ഇവരെ എത്തിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടുത്തി രാജ്യത്തേക്ക് തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പദ്ധതിയാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്ന് തയ്യാറാക്കിയിരിക്കുന്നത്. അവിടെ CBIയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങൾ നിർണായകമാകും. അതോടൊപ്പം ഇന്ത്യൻ പൗരന്മാർക്ക് പുറമെ നേപ്പാളിൽ നിന്നുള്ള പൗരന്മാരും സമാനമായ തരത്തിൽ ഈ സെക്യൂരിറ്റി ജോലിക്കുന്ന പേരിൽ അവിടെ എത്തി ഇതേ ചതിയിൽപ്പെട്ടിരുന്നു. അവരെ അവിടെ നിന്ന് നേപ്പാളി ഗവൺമെന്റിന്റെ കൃത്യമായ ഇടപെടലിന്റെ പശ്ചാത്തലത്തിൽ ട്രാവൽ പേപ്പർ അനുവദിച്ച് തിരികെ നേപ്പാളിലേക്ക് മടങ്ങുന്നതിനുള്ള സൗകര്യം കോൺസുലേറ്റ് ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് റഷ്യയിൽ നിന്ന് പ്രിൻസും വിനീതും നൽകുന്ന സൂചനകൾ. യെസ്, അതാണ് സാഹചര്യം. റഷ്യൻ അതിർത്തിയിൽ കുടുങ്ങിക്കിടക്കുന്ന, റഷ്യയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ തൊഴിൽ തട്ടിപ്പിലൂടെ അതിന് നിയോഗിക്കപ്പെട്ട യുവാക്കളുടെ കണ്ണീരലിയിക്കുന്ന ചിത്രമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ പറഞ്ഞത്. എന്തായാലും ദേശീയ അന്വേഷണ ഏജൻസി ഈ വിഷയത്തിൽ അന്വേഷണം നടക്കുകയാണ്. CBI ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുന്നു. അഞ്ചുതെങ്ങിൽ പരിശോധന നടത്തി, തിരുവനന്തപുരത്തെ ട്രാവൽ ഏജൻസിയിൽ പരിശോധന നടത്തി. അങ്ങനെ ഇത് ഒരു രാജ്യവ്യാപക തൊഴിൽ തട്ടിപ്പെന്ന വിലയിരുത്തലിലേക്കാണ് CBI എത്തിയിരിക്കുന്നത്. 130ഓളം പേർ ഇങ്ങനെ റഷ്യയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇവരെ ഒന്നിച്ച് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു സമഗ്ര പദ്ധതി ആലോചനയിൽ നടക്കുന്നു എന്നതാണ്. പക്ഷേ ഇന്നലെ പ്രിൻസിന്റെ ആശങ്ക ഈ ഇന്ത്യൻ എംബസി ഈ വിഷയത്തിൽ കാര്യക്ഷമമായി ഇടപെടുന്നില്ല എന്ന കാര്യമായിരുന്നു. കാരണം അത് റഷ്യൻ പോലീസിൽ, മോസ്കോ പോലീസിൽ പരാതി നൽകൂ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തെ അങ്ങനെ കൈയൊഴിയാൻ അവർ ശ്രമിച്ചു എന്നതായിരുന്നു ആശങ്ക. പക്ഷേ ഇതിൻ്റെ ഗൗരവം പിടികിട്ടിയ സ്ഥിതിക്ക് ഇതിലേക്ക് കൂടുതൽ ഇടപെടലുകൾ ഉണ്ടാകുന്നു. അങ്ങനെയെങ്കിൽ ആ യുവാക്കൾക്ക് നാട്ടിൽ തിരിച്ചെത്താൻ കഴിഞ്ഞേക്കും. ഞങ്ങൾ ആവർത്തിക്കുന്നു, ഇതുപോലെയുള്ള തൊഴിൽ തട്ടിപ്പുകൾ വ്യാപകമാണ്. റഷ്യ ഉക്രൈൻ സംഘർഷ ഭൂമിയിൽ അവിടുത്തെ സമാധാന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും അവിടെ തകർന്ന മേഖലകളുടെ പുനരുദ്ധാരണത്തിന് വേണ്ടിയും നിരവധി തൊഴിലവസരങ്ങളുണ്ട് എന്ന് പറഞ്ഞ് വാഗ്ദാനവുമായി നിരവധി ഏജൻസികൾ യുവാക്കളെ സമീപിക്കുന്നുണ്ട്. അത്തരം വാഗ്ദാനങ്ങൾ വിട്ടുപോകരുത്. കൃത്യമായ യാത്രാരേഖയില്ലാതെ കേരളത്തിൽ നിന്ന് പോകുന്നവർ നോർക്കയുടെ സഹായമില്ലാതെ ഒരിക്കലും വിദേശത്തേക്ക് യാത്ര ചെയ്യരുത്. അത്തരം യാത്രകളാണ് പലപ്പോഴും ഇത്തരം അപകടമുണ്ടാക്കുന്നത് എന്ന ഓർമ്മപ്പെടുത്തൽ കൂടി ഞങ്ങൾ പങ്കുവെക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും ജാഗ്രത പാലിക്കുക. കഴിഞ്ഞ 3-4 ദിവസമായി ഡാൻ കുര്യനാണ് ഈ സംഘർഷ ഭൂമിയിൽ കുടുങ്ങിക്കിടക്കുന്ന യുവാക്കളുടെ ദയനീയ ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്.